العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ونبينا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. الله سبحانه وتعالى ليس الثقة والجيمان صلى الله عليه وسلم شفاعة الله ليس السدارنا كترمان പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ಬಗ್ಗೆ പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയ പരിചയപ്പെടുത്തൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകത്തുള്ള എല്ലാ ആൾമാർക്കും കാരുണ്യമായി നിയോഗിക്കപ്പെട്ട ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ കേട്ടെങ്കിൽ റഹ്മത്താണ്, കാരുണ്യമാണ്. എല്ലാ തൊട്ടിക ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാരുണ്യം കിട്ടാത്തെങ്കിത്ത ഒരു ജീവിയുമില്ല, ഒരു സാധനവുമില്ല, ഒരു വളർത്തുമില്ല. അള്ളാഹു പഠിച്ച എല്ലാത്തിനും കരുണയാണ്. മഹാന്മാർ അതിനെ ಬಗ್ಗೆ വിശാലമായി ഞങ്ങളുടെ കിതാബുൽ ചൊല്ലാർ റഹ്മത്തിനെ ಬಗ್ಗೆ മാത്രം വിശദീകരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിക്കത്ത ഒരു ഹദീസിൽ ചൊല്ലി ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമ ദിശൈബത്തിൽ മുസ്ലിം, അള്ളാഹുടെ ആദരിച്ചതുപോലെയാണ്, അള്ളാഹുടെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണ് വയസ്സുള്ളിക്കത്ത ഒരാളെ ആദരിക്കൽ. അത് അള്ളാഹുടെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമായ ആള് അയാൾക്ക് നിരത്ത വന്നത് താടിയെല്ലാം നിറച്ചിരുന്ന് വിചാരിക്കുക, തല നിറച്ചിരു, അങ്ങനെ നിറച്ചെങ്കെട്ട ഒരാൾ, അത് വയസ്സുള്ള ആളെ ആദരിക്കണമെന്ന് ഇസ്ലാം പരിപാടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നതും അങ്ങനെയാണ്. വലിയ ആൾമാരെ ആദരിക്കാത്തവനോ ചെറിയക്ക് കരുണ കൊടുക്കാത്തവനോ ഒരിക്കലും നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന പരിപാടി. അപ്പൊ ആ റഹ്മത്ത് അധ്യായം പുറത്ത് തെറ്റി പഠിച്ചാണ്ടായെങ്കിൽ അവൻ മുസ്ലിം ആവണം, അവൻ മനുഷ്യനാവും. ഒരാൾക്ക് മനുഷ്യനാവണമെന്നുണ്ടായെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ആ റഹ്മത്ത് അധ്യായം തെറ്റി പഠിക്കണം. എന്തൊരു കരുണയാണ് ലോകത്ത് പരിപാടി. അത് കാണുമ്പോൾ അതിനെ മുന്നിൽ മൂക്ക വിസ്മിത്തായി വാക്കിയാവും, അത്ഭുതപ്പെട്ടു പോകും. ഇങ്ങനെയും ഒരാൾ ആവും സാധ്യമാണ്. ലോകത്ത് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് ദീനും മനുഷ്യത്വവും കരുണയും മാനവീയത്തെ എല്ലാം എന്തെല്ലാം നന്മകളുണ്ട്, ആ നന്മകൾ പഠിപ്പാട്ട് ഉറന്നിക്കത്ത നേതാവും ഇതെല്ലാം നിറഞ്ഞു നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധ്യവും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ദീൻ പഠിക്കുന്നായി അതവ് പഠിക്കുന്നായി എന്തെല്ലാം നന്മകളുണ്ട് അതെല്ലാം പഠിക്കുന്നായത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടത്തെയാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്യന്ത ചന്തമായ മാതൃകയുണ്ടുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ചൊല്ലുകൊണ്ടുള്ളത്. ഏത് വിഷയത്തിലും ചൊല്ലുന്നില്ല, ഏത് വിഷയത്തിലും എന്ത് വിഷയ നല്ലത് നിങ്ങൾ വർത്താവുള്ളതാണ്. ഇനി ഒരു മോശമായ കാര്യം അതിനെ ಬಗ್ಗೆ എച്ചരിക്കയാക്കില്ല, അതും എച്ചരിക്കയാക്കില്ല, ഒന്നും ബാക്കിയായിട്ട് പോയിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ്. അപ്പൊ ഇക്റാം ദിശൈബത്തിൽ മുസ്ലിം, ഒരു മുസ്ലിമായ വയസ്സായ കെട്ട ഒരാളെ ആദരിക്കണോണ്ട് പരിപാടിക്ക്. അങ്ങനെ ആദരിച്ചെങ്കിൽ 9 വയസ്സായപ്പോ ഓണ്ട് ആദരിക്കുക അൽമാരിക്കുവാറുണ്ടാകും. അപ്പൊ ഇത് ഇസ്ലാമിന്റെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവെ ആദരിച്ചതുപോലെയാണ്. അതുപോലെ ഖുർആൻ പഠിച്ചെങ്കിലത്തെ ആൾമാരെ, ഖുർആൻ ഹിഫ്ളാക്കിയെങ്കിലത്തെ ആൾമാരെ ആദരിക്കുന്നത് അത് അള്ളാഹുടെ ആദരിക്കുന്നതിന്റെ ഭാഗമാണ്. അതുപോലെ ഒരു നീതിമാനായ ഭരണാധികാരി നീതിമാനാണ്, നല്ല ആളാണ് എങ്കിൽ അയാളെയും ആദരിക്കുന്നത് അത് അള്ളാഹുടെ ആദരിച്ചതിന്റെ ഭാഗമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയുണ്ടോ. ഒരു വയസ്സൊരാൾ വന്നപ്പോ ആൾമാർ എന്താക്കിയില്ല എന്ന് ചോദിച്ചാൽ അയാൾ അത്ര പരിഗണിച്ചില്ല, അഥവാ അയാൾക്ക് ജാതി ആക്കി കൊടുത്തില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പ ഇടപെട്ട് തപ്പ ചൊന്ന പലക്കാണ് ലൈസ മിന്നാ മല്ലം യർഹം സഗീറനാ വയുഖിർ കബീറനാ,
ഞങ്ങളെ കൂട്ടത്തിലെ വലിയാൾമാർ ആദരിക്കാത്തവനോ ചെറിയവനോ കാരുണ്യം കൊടുക്കാത്തവനോ ഒരിക്കലും ഞങ്ങൾ ആളെ അല്ലാണ്ടാ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനത്തെ ഒരു പ്രഖ്യാപനം നിങ്ങൾക്ക് ഏത് മതാധ്യക്ഷന്മാരെ മൊത്തത്തെ കാണുമ്പോൾ സത്യമേ അല്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിഷയം പഠിപ്പാട്ടി തന്നു. ഒരു ഹദീസിൽ കണ്ട് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ മോള് അസ്മാ ബീവി അയിമ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തിൽ വന്നിട്ട് പള്ളിയിൽ പോയി മസ്ജിദുൽ ഹറാം. അപ്പൊ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാപ്പടെ കൂട്ടിപ്പോയി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ ബാപ്പ അയാൾ മക്കത്തിലേക്ക് ഹിജ്റ പോകുമ്പോൾ അയാൾ മുസ്ലിം അല്ല, പിന്നെയാണ് മുസ്ലിം അവിടെ. അങ്ങനെ ബാപ്പടെ വിളിച്ചോണ്ടാ വന്നേ. ഫലമ്മാ റആഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾ മുസ്ലിം അല്ല, ബാപ്പടെ വിളിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നു. തങ്ങൾ ആ നേതാ അയാളെ കണ്ടപാടെ ചെല്ല് ഹല്ലാ തറക്ത ശൈഖ ഫീ ബൈതി ഹത്താ അകൂന അനാ ആതീഹി. അയാൾ എന്തേ അവിടുമേ ഔത്തുൽ ബാക്കിയാക്കാത്ത ഞാൻ അപ്പുറം പറത്തല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ചെന്ന് അയാൾ വയസ്സല്ലേ, ചെമ്മ വയസ്സായ ആളാണ് അബൂ ഖുഹാഫ. കണ്ണിലെ കാഴ്ചല്ലോ പോയി ഈ അബൂ ഖുഹാഫ എന്തിനാണ് എന്റെ മുട്ട വിളിച്ചവന്നെ ചൊന്നിലും നാളെ അപ്പുറം പറത്തല്ലേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു യാ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ഹഖ്ഖു അൻ യംശിയിക മിൻ അൻ തംശിയാൻ തൈരി. നീ പോണ്ടതിനാട്ടി അയാളല്ലേ നിങ്ങളെ മുട്ട പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചവന്നെ. അങ്ങനെ തങ്ങളെ മുന്നിൽ തെപ്പാട്ടിട്ട് നെഞ്ഞി ഇങ്ങനെ തടവിട്ട് അസ്ലിം ചൊന്നു. നീ ഇസ്ലാമിക്ക് പറഞ്ഞു ചെന്നപ്പ ജീവിതത്തെ അന്ത്യ സായാഹ്നത്തിലാണ് അബൂ ഖുഹാഫ മുസ്ലിം ആവുടെ ഫാസ്ലം. അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഇസ്ലാമാണ്. അപ്പൊ ലോകത്ത് ഈ ഒരു കുടുംബത്തെ വലിയ മഹത്വം അബൂ ഖുഹാഫ സഹാബിയാണ്. അയാളെ മോൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ മോള് രണ്ടാൾ അസ്മാ ബീവി, അതുപോലെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അങ്ങനെ ചെറിയ സഹാബിമാരുള്ള മക്കൾ. എന്നിട്ട് അസ്മാ ബീവിയുടെ മോളോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ആ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മോളുണ്ട് ഉർവത്ത് ഇബ്നു സുബൈർ. അയാൾ സഹാബി അല്ലെങ്കിലും ഏറ്റവും വലിയ ആലിമാണ്. അപ്പൊ 4 തലമാറുകൾ സഹാബിയാവും സൗഭാഗ്യം കിട്ടിയ കുടുംബമാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ വേറെ നമുക്ക് കാണില്ല. അപ്പൊ അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ടെങ്കിൽ നാണപ്പറവടത്തല്ലേ. കാരണം അയാൾ വയസ്സുള്ള ആളല്ലേ എന്താ ചൊന്നോളൂ. വയസ്സായ ആൾമാരെ ആദരിക്കുന്നത് അതൊരു സത്യവിശ്വാസ ഭാഗമാണ്, ഈമാനുള്ള ആൾമാരുടെ ഭാഗമാണ്. ഒരാൾ SYS പ്രസിഡന്റോ എന്തോ ആയിട്ട് വയസ്സായ ആളാണ്, അയാളെ ഞാൻ ആദരിച്ചേ എന്തി ഇങ്ങനെ ആഗ്രഹിക്കരുത്. അയാൾക്ക് തന്നെ നീ SYS പ്രസിഡന്റ് ആയിട്ട് ആദരിച്ചെന്തല്ല, അതിപ്പോ നാളെ പോകും ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വയസ്സുണ്ട്, വയസ്സുള്ള ആൾമാരെ ആദരിക്കണോണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അത് എപ്പോഴും ബാധകമാണ്. ഏത് വയസ്സുള്ള ആൾമാരെ ഇൻസർട്ടാക്കോ തീറ നിസാറാക്കോ തീറ അങ്ക് വലിയ ആദരവ് വേണോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. അപ്പൊ ഇതെല്ലാം കരുണയുടെ ഭാഗമാണ്. നാനേ വലിയ ആളും ചൊന്നു നിൽക്കില്ലേ. മദീനത്തെ പള്ളിയുടെ ചുറ്റും അടിച്ചു ഭാഗം ഒരാളെ ഒരു പെണ്ണ്, ആ പെണ്ണ് മരിച്ചപ്പ ആ പെണ്ണിന് കുറെ ടൈം കാണില്ലേ. അപ്പൊ എന്തായിട്ട് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വലിയ ലോക നേതാവല്ല, അത് ശ്രദ്ധിക്കരുത്. സാധാരണ എനിക്കല്ലേ പള്ളിയിൽ സൈഡും പുറത്തെല്ലാം അടിക്കടയ്ക്ക് ചാൽമാണ്. ചിലപ്പോ സമൂഹം എന്താക്കണം ചെന്നെങ്കിൽ ഞങ്ങളെ വലിയ വിഷയാക്കില്ലേ, മരിച്ച് ആരും കാണില്ല. ചെന്നാൽ 3-4 കണ്ടോണ്ടില്ല പെണ്ണിങ്ങൾ കേട്ടൈമയോടെ പോയിട്ട്. അപ്പൊ ചെന്നാൽ അയ്യോ മരിച്ചിട്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂടിട്ട് എന്റെ തന്റെ സ്വന്തത്തിലേക്ക് തുല്ലൂനി അലാ ഖബ്രിഹാ. ആ പെണ്ണിങ്ങളെ ഖബറിനൊക്കെ കാട്ടിത്തറവും ചെന്നിട്ട് ഖബറിനോട് പോയിട്ട് ദ്വാരത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു ഒരു നേതാവും ചെന്ന് സുബ്ഹാനല്ലാഹ്. ഇങ്ങനത്തെ ഒരു നേതാവും ലോകത്താരും കാട്ടോ സാധ്യം. എത്ര സമൂഹത്തിൽ അടിത്തട്ടിലുള്ള ആളാണെങ്കിലും അവർക്ക് പവറുണ്ടോ മഹത്വമുണ്ടോ എന്ന് പരിപാടി നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലേ. സാധാരണ പ്രൈസ് കൊടുക്കുമ്പോൾ അത് കൊടുക്കുമ്പോൾ ഇത് കൊടുക്കുമ്പോൾ അല്ല, വലിയ വലിയ ആൾമാരല്ലേ സാധാരണ വിളിക്കുന്നത്, ഉദ്യോഗമുള്ള ആൾമാർ. ഞാൻ കുറേവട്ടം എന്താക്കിയിട്ടുണ്ട് ഒരു ഉദ്യോഗമില്ലാത്ത ആൾമാരെ വിളിച്ചു. അപ്പൊ ചില ആൾമാർ കണ്ടത് അങ്ങനെ വിളിച്ചതാണ്, അങ്ങനെയല്ലേ വിളിക്കണേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുണങ്ങൾ അങ്ങനെയാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ദീൻ പഠിപ്പാട്ടി ആറില്ല. അതുകൊണ്ടാണ് ഞാൻ ചൊല്ലേ ദീൻ എന്തേട്ട് നമുക്കിണ്ട് കറക്റ്റ് കൊടുത്താവുണ്ടായി. ഇന്റെ തലമുറ നോക്കുക സീത മടങ്ങണോ 1400 വർഷത്തിന് മുമ്പ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതാണ് ദീൻ. അത് നല്ല കരങ്ങളിൽ കെട്ട ദീനാണ്. ആ ദീന്റെ നക്ക് നിങ്ങൾക്ക് ഇണ്ട് പ്രദർശനാക്കോ സാധ്യത ആൾമാർ ഇങ്ങനെ ഒഴുകി വരുവാ ഇസ്ലാം അങ്ങനത്തെ ദീനാണ്.
പ്രിയപ്പെട്ട സഹോദരന്മാരെ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ബഹുമാനപ്പെട്ട ഖൈസ് റളിയല്ലാഹു അൻഹു ചൊല്ല അഖ്ബറനി അബൂ മസ്ഊദ് ചൊല്ല ആള് എന്നൊട്ടിയെ ചെന്ന് അന്ന റജുലൻ നിശ്ചയം ഒരാൾ അയാൾ ചോദിച്ചു വല്ലാഹി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യയിട്ടിട്ട ചൊല്ല നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ലഅതഖറു അൻ സലാത്തിൽ ഗദാത്തി നക്ക് സുബഹി നിസ്കരിക്കുകയാവില്ല, സുബഹി നിസ്കാരത്തിന് ജമാഅത്ത് ബറവാവില്ല. എന്തേ അത് മിൻ അജ്ലി ഫുലാനിൻ ഒരു ഇമാമുടെ വകയാണ് കേസ്, ഇന്നാലിന്ന ആളെ കൊണ്ടാണ്. എന്തേ ഏലന്തര നിങ്ങൾക്ക് ബദലാക്കിത്ത മിമ്മാ യുതീലു ബിന അയാൾ നീട്ടുണ്ടാണ്. അയാൾ ചിലപ്പോ ഒന്നാമത്തെ റക്അത്തിൽ അൽ ബഖറ ഓതു, ബാക്കി സൂറത്തെല്ലാം ഓതും. അയാൾക്ക് മനപ്പാടം കൊണ്ടും ചൊല്ലും ആൽമാരെ മുതൽ നീട്ടുമെന്തോ ആവുന്നത്. ഇവിടെ ഇയാളെ കേസ് എന്തിനും ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ദീൻ പഠിപ്പാട്ടക്ക് വന്ന ആളിലോട്ട് ഈ കേസാണ്. ഓ നീ വേറെ നിസ്കരിക്കില്ല, പോ അൽ ബഖറ അല്ല ഇന്നാലോ ആൽ ഇംറാൻ ഓതുന്നുണ്ടെന്നാണ്. അങ്ങനെ എന്തോ അല്ല, ദീനും ചൊല്ലുന്നത് വളരെ ഈസിയാണ്. ഇന്ന ഹാദ ദീന യുസ്റുൻ, ഈ ദീൻ വളരെ സുലഭമാണ്. അത് ഹദീസാണ്, ഭയങ്കര സുലഭമാണ് ദീൻ. അതിൽ കഷ്ടാക്കിയ നന്റെ നിങ്ങളെ പോർത്താൽമാറും ഞങ്ങളെ കഷ്ടാക്കി വിട്ടേ. യഥാർത്ഥത്തിൽ ദീൻ കഷ്ടമല്ല. ദീൻ ഇസ്ലാം ദീന്റെ അത്ര സുലഭമായ ഒന്നും ലോകത്തൊരാളും കാട്ടൂ സത്യമേ അല്ല. ചിലപ്പോഴൊക്കെ അത് ഗുന്തിക്കാല ഉൾക്കൊള്ളുന്നതാവാൻ പെണ്ണ് കണ്ടുകൊണ്ട് തലാഖിടെ അവസരം കൊടുത്തില്ല. നമ്മൊന്നും ചെന്നേ 2-3 ആൾ വന്നാൽ കൈകാൽ ഉൾക്കാക്കിയോളൂ. വലിയ ആൾമാർ, വലിയ എഡ്യൂക്കേഷൻ ഉള്ളെങ്കിൽ ആൾമാർ മഹല് പെണ്ണ് ഞങ്ങളത് പെണ്ണാണ്, ഞങ്ങളെ പെണ്ണായതുകൊണ്ടാണ് വന്നാൽ അൻകോട്ട് ക്ലാസ് സ്വാർത്ഥാണ്. നന്റെ വിജയം തിരിച്ചുണ്ടെങ്കിൽ നല്ലത് സമാപണം. അപ്പൊ പെണ്ണിന്റെ ആൾമാരാണ് അങ്ങ് വന്നിട്ട് കേൾക്കരുത് പെണ്ണ് കവണം അങ്ങനെ ആക്കട ഇങ്ങനെ ആക്കട ചെലവെല്ലാം കൊടുത്തോണ്ടുള്ളതാണ് കേട്ടെ, ചെലവ് കൊടുത്തോണ്ടുള്ള. അപ്പൊ പെണ്ണ് ഇപ്പൊ തലാഖാക്കിന്റെ അവസരം കിട്ടണോ? ഇസ്ലാമിടെ ദൂരം വയ്ക്കാറാണ്. വലിയ വലിയ ആൾമാരാണ്. ഞാൻ അതാ ചൊന്നെ അവന്റെ ലാഭത്ത് കൊത്തുകൊണ്ട് ഇസ്ലാം നിൽക്കില്ലേ. അവൻ എത്ര വലിയ അവനായെങ്കിൽ ഇസ്ലാമിന്റെ ദൂരം. അപ്പൊ അവൻ ചെല്ലത് എന്റെ ഇതിങ്ങനെ പെണ്ണ് തലാഖിന്റെ വിഷയം 6 ഗಂಟೆ ചൂടോടെ ചൂടും. 4 ലാസ്റ്റ് കൂളായിട്ട് സമാധാനത്തിൽ ചെന്ന ഓ നിങ്ങളെ വിഷയം പെണ്ണുക്ക് എല്ലാ അവസരം ഉണ്ടു. പെണ്ണുക്ക് ഫസ്റ്റ് ആക്കടെ ചാൻസ് ഉണ്ടു, ഇനി പൈസ കൊടുത്തിട്ട് ഫുൾ ആക്കടെ ചാൻസ് ഉണ്ടു, ഇനി അവൻ്റെ മുണ്ടി പഞ്ചായത്തിക്ക് ആക്കി തലാഖാക്കോട്ടൊരു ചാൻസ് ഉണ്ടു. പെണ്ണപ്പറ തലാഖ് ചൊല്ലേണ്ട ചാൻസ് ഇല്ല. നിങ്ങൾക്ക് ഇപ്പൊ പെണ്ണ് തലാഖ് ചൊല്ലണം, ഇസ്ലാം നിങ്ങൾക്ക് പരിപാടി തരണല്ലേ, നിങ്ങൾ വിചാരിച്ച പോലെ ഇസ്ലാം എത്തണം. അവൻ ഞാൻ ചൊന്ന പെണ്ണുക്ക് മിത്ത് തലാഖിടെ അവകാശം ഇസ്ലാം കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും നക്ക് നിങ്ങൾക്ക് ആർക്ക് പെണ്ണായിക്കാലം തിപ്പ എന്തേ കേട്ടെങ്കിൽ പെണ്ണ് ആണ്ട പോലെയല്ല, അവൾ ദുർബലയാണ്, സഡൻ അസുഖവും. ആ സമയത്ത് നിങ്ങൾ 3 ചെന്നാൽ അപ്പ ചെല്ലുവാറോ. ഒരു മഹല്ലത്തിൽ ഒരു നിങ്ങൾ 500,000 തലാഖ് ആയോട്ടേക്ക് ഉറപ്പല്ല. ഇത് ഈ ദീനിന്റെ നിയമങ്ങൾ ഉണ്ടാക്കിയത് അള്ളാഹുവാണ്, ത്രികാലജ്ഞാനിയായ അള്ളാഹുവാണ്. അത് നമുക്ക് എത്തുവാട്ടി തന്നത് അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ക് ഗുണത്തുണ്ടു, അങ്ങനെ ഗുണത്തില്ലാത്തൊരു ദീനോട് ആരും പരിപാടി പറഞ്ഞുകൊണ്ടില്ല. അങ്ങനെ എല്ലാം ഗുണത്തുണ്ടു. ഇന്നത്തെ പുതിയ ലിബറൽ ചിന്താഗതിക്കാർ യുക്തിവാദികൾ എതിര് ചൊല്ലേ നിങ്ങളെ ദീൻ സമയം വെറുതെ അവൻ ചൊല്ല അവൻ വേലസം അത്ര എല്ലാം വേറെന്തും ഇല്ല. പെണ്ണിന്റെ ഭർത്തകം പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചൊല്ല അവന്റെ സുഖത്തുക്ക് വേനായിട്ട് മാത്രം. ഇവിടെ ഡെയിലി പെണ്ണുങ്ങൾ മരിക്കരുത് കണ്ട് പെണ്ണുങ്ങളെ അത്യാചാരം കണ്ടുകൊണ്ടുണ്ടു, പെണ്ണുങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ടുള്ള യൂസ് ആക്കിയിട്ട് ഇത് നിരന്തരമായി കണ്ടുകൊണ്ടുണ്ടു. പെണ്ണിടെ എന്തെങ്കിലും ഭർത്തക്ക് സ്റ്റേജിൽ കൊണ്ടുവരണം അത് ആണ്ട ലാഭത്തിന് വേനായിട്ട് അത് പെണ്ണ് നോക്കാവൂടെ. അപ്പൊ ഇവിടെ എല്ലാം ഇസ്ലാം ചൊല്ലത് ഏറ്റവും നല്ല നിയമമാണ്. അതുപോലെ മേലിന്റെ കീഴിൽ ഇങ്ങനെ ഒഴുകി വരുമ്പോ ആരും കീഴിന്റെ മേൽ ഉൾക്കൊള്ളിക്കണ്ട പോലെ അത് സാധ്യവുമല്ല. ഇസ്ലാം അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പൊ ഞാൻ ചൊന്നെ അപ്പോഴാണ് നമുക്ക് ഫ്ലാഷ് ആവുക. അപ്പൊ ഇത്തര ചൂടിലിന്റെ ആൾമാർ സഡൻ കൂളായിട്ട് ഒക്കുള്ളപ്പ അങ്ങനെ ചൊന്നുണ്ട് നമുക്ക് ആർക്ക് പിന്നെ ഈ കാലത്ത് കറക്റ്റ് പിന്നല്ല ഇന്ത്യ എപ്പോ തലക്കായണ്ടേ കത്തത് ആണങ്ങനെ തലാഖ് ചൊല്ലുപോകാത്ത സുലാഭത്ത്. അപ്പൊ ഇസ്ലാം ചൊല്ലുന്നെങ്കിൽ എന്തിരെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിയതാണ്. കൂടെ അയാൾ വന്നിട്ട് ചൊല്ല് നക്ക് സുബഹി നിസ്കാരത്ത് കൂടാവില്ല. എന്റെ അയാൾ ചെമ്മ നീട്ടുണ്ടാ ചൊന്നോട് അങ്ങനെ ചെന്നപാട് അവിടെ നോക്കുന്നു. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ടാക്കുന്ന ഹദീസാണ്. ഇതിന് അപ്പീലില്ല. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി. പരിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സഹിയായ കിതാബ് ഏതെന്ന് കേട്ടെങ്കിൽ സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ് സുബഹി നിസ്കാരത്തിൽ ഞാൻ കൂടില്ല നക്ക് കൂടാവില്ല അയാൾ ചെമ്മനീട്ട് നമുക്ക് വേറെ സ്വറമുണ്ടു. ഫമാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് റിപ്പോർട്ടാക്കുന്ന അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലും ഒരു വഴതിലും ഇത്ര സ്ട്രോങ് ആയത് അണ്ടത്തെ പോലെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സയ്യിദുനാ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഞ്ചിനിന്റെ തപ്പ എഞ്ചിനിന്റെ തടപെടുന്ന സുഖമായിട്ട് എന്നിട്ട് അണ്ടത്തെ വഴവിൽ സ്ട്രോങ് ആയ പോലെ അർസവെന്ന പോലെ അർസവരാത്ത നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസിയത്ത് കേട്ടവരുടെ അർസവറണ്ട അങ്ങനത്തെ നേതാവും
അണ്ടത്തെ വളവിൽ അർസ വന്ന പോലെ ലോകത്ത് അർസ വന്ന ചരിത്രമേ ഇല്ലാണ്ടാണ് അയാൾ സഹീഹ് ബുഖാരിയാണ് സാക്ഷ്യപ്പെടുത്തത്. എന്നിട്ട് ചൊല്ലുന്നു ഇന്ന മിൻകും മുനഫിരീന, നിങ്ങളെ കൂട്ടത്തിൽ ആൾമാരെ ഓടുവാട്ടങ്ങളുള്ള അഥവാ ആൾമാരെ മുട്ടാക്കോ നിങ്ങൾ കൊന്നില്ല, ആൾമാരെ എന്താക്കാറ് നിങ്ങൾ ഓടുവാട്ട അകത്ത് നിങ്ങൾ മുട്ട മനുഷ്യന്മാർ പറഞ്ഞില്ല, അങ്ങനെ തന്നെയല്ല നിങ്ങളെ കൂട്ടത്തിലുള്ള. അതുകൊണ്ട് ആരെങ്കിലും ആൾമാർക്ക് ഇമാമായിട്ട് നിസ്കരിക്കലാണ് അവർ സ്വീറ്റും ഷാർട്ടും ആക്കട്ടുണ്ടാണ് ചൊല്ലുകൊണ്ടുള്ള മെല്ലാക്കട്ട് അഥവാ ഷാർട്ടാക്കട്ട്. കാരണം അക്കൂട്ടത്തിൽ ദുർബലന്മാരുള്ള ആള്, അക്കൂട്ടത്തിൽ വലിയ ആൾമാരുള്ള ആള്, അക്കൂട്ടത്തിൽ നിൽക്കുകാവാത്ത ആൾമാരുള്ള ആള്, ആവശ്യക്കാരുള്ള ഇങ്ങനത്തെ ആൾമാർക്കെല്ലാം റെയിൽവേ സ്റ്റേഷന്റെ പൊട്ട പള്ളി ഇന്നെങ്കിത്തെ അവിടെ നിസ്കാരത്ത് കൂടി എങ്കിത്തെ ഒരാൾ റെയിൽ മിസ്സായിക്കുന്നു തോന്നുന്നു. എന്ത് കേൾക്കുമ്പോ ജമാഅത്ത് കിട്ടാട്ടുണ്ടാ കൂടിയത് നോക്കുമ്പോ നീണ്ട ദുആയാണ്, നീണ്ട നിസ്കാരാണ്, ഇയാളെ റെയിലങ്ങ് മിസ്സായിട്ട് അങ്ങനെ മിസ്സാക്കണ്ടാണ്ട് വഴിപാട്ടിയ ആളാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ വിചാരിച്ച ആക്കണ്ട, അല്ല ദുആ അടക്കം നീട്ടണ്ടാണ്ട് വഴിപാട്ടിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൻ ഒറ്റക്കൊറ്റക്കാക്കടാണ് എത്ര പേര് നീട്ടട്ട് ഞങ്ങൾക്ക് തോന്നലല്ല. ആൾമാരെ ബുദ്ധിമുട്ടാക്കണ്ടാണ് വഴിപാട്ടി നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതുവരെ ചെന്ന് നിസ്കാരത്തിൽ ശാഫിഈ മദ്ഹബ് പ്രകാരം ഇമാമായി നിൽക്കണമെങ്കിൽ വദ്ദുഹാ സൂറത്ത് ഉണ്ടല്ലോ, അതിന് കീഴെ ഓതുന്നോട്ടാണ്. ചെറിയ സൂറത്ത് ഓതുന്നു, വലിയ സൂറത്ത് ഓടണ്ട. ഇനി വലിയ സൂറത്ത് ഓതുന്നുണ്ടായെങ്കിൽ മാമൂമിങ്ങളെ പൊരുത്തം വേണു, സമ്മതം വേണു. അത് മത്റൂഖായ പള്ളിയിൽ തീരാണ്ടാണ് മസാല. മത്റൂഖായ പള്ളി ചെന്നെങ്കിൽ ആൾമാരെല്ലാം വന്നുകൊണ്ടിരിക്കാറ്, പുറത്തിൽ ആൾമാർ പണ്ടാറ്, എല്ലാ ആൾമാർ ഈ പള്ളിയുടെ പോയി മത്റൂഖായ പള്ളിന്റെ ആൾമാർ വേറെ വേറെ വന്നുകൊണ്ടിരിക്കാറ്. അതേ സമയത്ത് ഏതോ കാടിൽ എസ്റ്റേറ്റിൽ ഒരു പള്ളി ഉണ്ടാക്കിയാറ്, അവിടെ ആ ഇമാമും ഒരു 10 മൗമൂമിങ്ങൾ മാത്രമുള്ള മസൂരിങ്ങളായ മൗമൂത്തുണ്ടേക്ക്. അങ്ങല്ലാത്ത ഒരു മഖ്ലൂഖ് അവിടെ വണ്ടേ ഇല്ല. അങ്ങനത്തെ ആളുണ്ടായി ഈ 10 ആൾമാരും ഇമാമരൊട്ടി ചൊല്ലണോ ഉസ്താദ് നിങ്ങൾ നീട്ടൊരു ബായി കൊണ്ട് ചെല്ലണോ ഒലിമ്പാൽ ചെന്നാൽ ഒരുത്തമുണ്ടാക്കി പോയ മേവല 10 ആൾമാരും അങ്ങനെ നാവ് കൊണ്ട് മുണ്ടണോ നിങ്ങൾ നീട്ടൊരു അൽബക്കറ ഓതുന്നറിയില്ല ചൊന്ന് മാത്രമേ നീട്ടുവാവുകൊണ്ട് വഴിപാട്ടിയതാണ് ഇസ്ലാം. പ്രിയപ്പെട്ട ഇങ്ങനത്തെ ഒരു ഇസ്ലാം, ഇങ്ങനത്തെ ഒരു ധർമ്മക്കാരെയും കാട്ടുക സാധ്യമാണ്. അതാണ് പരിശുദ്ധമായ ഇസ്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴിപാട്ടി ഇസ്ലാം ചെന്നെങ്കിലാണ്. ഈ സംഭവങ്ങളെല്ലാം വായിക്കുമ്പോ യഥാർത്ഥത്തിൽ ഇപ്പൊ നക്കിരിച്ചുള്ളൂ കേൾക്കുമ്പോൾ നൈതിക ഹക്ക് ഇല്ലാണ്ടതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ ചൊല്ലു ഇഷ്ടപ്പെടുന്ന ആളല്ല പ്രിയപ്പെട്ട സഹോദരൻ. നൈതിക ഹക്ക് ഇത് കേൾക്കുമ്പോ ഇല്ലാണ്ട് ചൊല്ലു. ഞങ്ങൾ റോഡ് വേറിട്ട് വെച്ചിരുന്ന നോക്കുമ്പോ പായിട്ട് വെച്ചിരുന്നത് റോഡ് ഫുൾ പായി മനുഷ്യന്മാരാണ് പോകുന്ന ഉപ്പത്ര ഗാഡി പോണ്ടില്ല, അത് പോണ്ടില്ല ഉപ്പത്ര ഞാൻ ചെന്നേ കണ്ടവർ എല്ലാവരും വന്നിട്ട് നക്ക് പറയൂ നീ എന്ത് ചോദിക്കില്ല, നീ എന്ത് ചോദിക്കില്ല, ഞാനൊക്കെ സുലഭത്തിൽ കിട്ടുള്ളൂ, നീ എന്ത് ചോദിക്കില്ല നക്ക പറയും. ഗുണത്തായെങ്കല്ലേ ചൊല്ലോളോട് പുറത്ത് മത്രയ്ക്കിൽ കൊണ്ടുപോകണം. മത്രയ്ക്കില്ല കൊണ്ടുപോകണ്ടേ ആശുപത്രി വിളിച്ചു പോയത്. ആശുപത്രി വിളിച്ച പോയപാടെ ഡോക്ടർ ചെന്ന് അരഗಂಟೆ മുന്നൽ പോകുമ്പോഴേക്ക് വെളിയെത്താൻ. അപ്പോൾ കൊമ്പയിൽ ചെന്നല്ലോ ഭൂമി കിട്ടണ്ടേ. അരഗಂಟೆ മുന്നൽ കൊമ്പറന്നുണ്ടായി ഫസ്റ്റ് മാത്രം ഭൂമി ഇപ്പാൻ. അതുപോലെ ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ ബഷീറാക്കട കടയിൽ പോയി കാലി എന്തില്ല തോന്നി റിട്ടേൺ ബർബാണ് ഞാൻ അത് കണ്ടേ. ഞാൻ അങ്ങനെ ചൊല്ലിക്കെത്ത ആളല്ല, പക്ഷെ നക്കത് സഹിച്ചില്ല. ഞാൻ പിറ്റാൻ ചൊല്ലേ നന്നിട്ട് എല്ലാവരും ന്യായം ചെന്നാൽ അതങ്ങനെ ഇങ്ങനെ അത് അവരുടെ അന്യ പോകും. പക്ഷെ നന്നിട്ട് പറഞ്ഞാൽ എത്ര മാൽ ബുദ്ധിമുട്ട് ചെന്നതാണ്. ഞങ്ങൾ അന്യ പോയ ഞങ്ങൾ അന്യ പോകുന്ന ചാപ്പ വെച്ചാൽ പറഞ്ഞാൽ എത്ര മാൽ പറഞ്ഞു അന്ന് നന്നോട്ട് ചെന്നാൽ ഞാൻ ഇതെല്ലാം ഭയച്ചുകൊണ്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾക്ക് ബുദ്ധിമുട്ടാക്കിയില്ല ചെല്ലുമ്പോ 1500 മീലാദിന്റെ പേരിൽ ഞങ്ങളുടെ ആയക്കാട്ടിനോടുള്ള ബുദ്ധിമുട്ടല്ലേ. ഇതെല്ലാം ചോദിച്ചത് നാ സമ്മതിക്കും സത്യമേ അല്ല. ലോകത്തുള്ള 7 ആൾമാരെ പത്തോ നിങ്ങൾ കൊമ്പന്നാരെയും നിങ്ങളുടെ പള്ളിയിലെ സത്യയുടെ പത്തോ അത് തീരാണ്ടാണ്, തെറ്റാണ്. അത് തെറ്റിന്റെ ഞാൻ ചോദിച്ചുകൊണ്ടുള്ള എല്ലാവരോടും ഞാൻ ചെന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ അത് നിഷ്ഠാവണല്ലേ. ചെന്തെങ്കിലും ചെറുപ്പതി ആൾമാർ വന്നു ചൊല്ലേ ആരും നിഷ്ഠാവണം, ഞാൻ നിഷ്ഠാവണം തൊന്തരയില്ല. എന്തെങ്കിലുമായിട്ട് നക്കിതിൽ 5 വൈദ്യത്തെ സ്വാർത്ഥയില്ല. ഞാൻ ഹക്കൻ ചൊല്ലി ഇപ്പോഴും ഞാൻ ഉൾപ്പെട്ടു വന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കായിട്ടാണ്. എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനത്തെ റഹ്മത്തുൽ ലിൽ ആലമീന്റെ പേര് ചൊല്ലിട്ടു ഞങ്ങൾ മീനാത ലോകത്തോടാക്കിയിരിക്കാൻ കൂടെ ആവുകയെ തീരാൻ കൂടെ അത്ര വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ചൊല്ലും. ഇനിയും ഞാൻ ചൊല്ലുകൊണ്ടിരുന്നെങ്കിൽ കീഴ് നോക്കുക നമുക്ക് മുണ്ടുള്ളൂ അർഹത്തമേ ഇല്ല, ഹക്കേ ഇല്ല. എന്തെങ്കിലും അത്രയും വിഷയങ്ങളാണ് റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് ചൊല്ലുകൊള്ളു. അവയെല്ലാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണ വിഷയമാണ്. കൂടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഇങ്ങനത്തെക്കെല്ലാം മുണ്ടതെക്കണ വിഷയം നക്കുകൊണ്ടില്ല. ഈ ഗൊത്തിട്ട് മുണ്ട വെച്ചിട്ടുണ്ടായെങ്കിൽ ഒരിക്കലും പടച്ചും കൊടുക്കാത്ത വിഷയമാണ്.
இதுக்கு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை பொறுத்த நமக்கு கிட்ட ஆறு பேர் கண்ட இதுக்கு பொறுத்தக்கேடல்லாத வேற எதுவும் இல்லை. உறப்பு இது நான் சொல்றது. இது நான் சொன்னோக்குள்ள நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை கிதாபு வாங்கிட்டார். இன்னல நான் ஒரு கிதாப் படிப்பாட்டேன் 4 ஜுஸு 2000 பேஜ் உண்டு. ஒரு இமாம் 25 வருஷம் எடுத்த கிதாபா 25 வருஷம் எடுத்துட்டு எழுதிய கிதாப் 2000 பேஜ் ஆயுசு முழுவதும் தீராத விஷயம். அப்ப அத்தனையும் படிக்கணும்னு நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்களை நாங்க அங்கேயற்றம் இழிஞ்சிட்டாங்க போகும்பா ஏதுவரை சொன்னது இமாமத்து இந்த நபி ஸல்லல்லாஹு அலைஹி வஸல்லம் தங்கள் சொல்லு நான் அல்பகர் ஓதுறான தீர்மானாக்கிறேன். அப்ப நான் பேக்கில் மௌமீன்கள் கூட்டத்தில் ஏதெങ്കിലും ஒராள் கிடாவோட வச்சு வந்து டிக்கு ஆ கிடாவோட உள்பு கேட்கிறேன். கேட்ட உடனே நிஸ்காரத்தை நான் மெல்லாக்குற ஸ்பீட் ஆக்குற எந்தே ಆ ಉಮ್ಮಗೆ 30 ರಾವುಡು ಮಗು 30 ರಾವುಡು ಗಿಡ 30 ರಾವುಡು ಅದು ಒಂದು ಒರಾಳಿ 30 ರಾಕಂಡಾಂಡು ಬಡಿಪಾಟಿಯೇ ನಾವು ಮುಹಮ್ಮದ್ ರಸೂಲುಲ್ಲಾಹ್ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಪ್ರಿಯപ്പെട്ട ಸಹೋದರಮಾರೆ ಇದೆಲ್ಲ ಚಿಲ್ಲರ ವಿಷಯ ಎಂದಲ್ಲ ನಾನು അങ്ങനെ ಬೇರಿಕೊಂಡಿಲ್ಲ ಇದು ಯಾರಿಗೆ ಮಾತ್ರ ಏಳೆಂದು ಇದು ಜೊನ್ನೋಡಿಕರೆ ಯಾರಿಗೆ ಮಾತ್ರ ಅಲ್ಲ ಇದು ಎಲ್ಲರಿಗೂ ಬಾಧಕ ನಾನು ನನ್ನ ಉತ್ತರವಾದಿತ್ವ ನಿರ್ವಹಣೆ ಹಾಕಿದೆ ನಾನು ಹತ್ತರ ಚಿಂತೆ ನಾನು ನಾಳತ್ರ ಯಾರಿಗೆ ಬಂದಿಲ್ಲ ನಕ್ಕೆ ಇದು ಉಳ್ಕೊಳ್ಳುವ ಸಾಧ್ಯವೇ ಇಲ್ಲ ಹಕ್ಕನ್ನು ಉಳ್ಕೊಳ್ಳುವ ಸಾಧ್ಯ ಇಲ್ಲ ಎಂದು ಉಳ್ಕೊಳ್ಳೋದು ಇದು ನನ್ನ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ವಾದಗಳ ದೀನಲ್ಲ ಎಲ್ಲರೊಟ್ಟಿಗೆ ನಾನು ಚಂದ್ರೆ ಅಮಲೊಟ್ಟಿಗೆ ಚಂದ್ರೆ ಏರೊಟ್ಟಿಗೆ ಚಂದ್ರೆ ஒரு பழக்கத்து ஒரு 5 வயசுக்கு விலை இல்லாட்ட தங்குது பிரியப்பட்ட சகோதரன்மாரே பின்ன எந்த மீளாத நீங்க கோட்டி எல்லாம் 10,000 கோಟಿ ചെലവാക്കിയെന്നു ಅದರ ಹಕೀಕತನ್ ಉಲ್ಗ ನನ್ನ ಆಲೋಚನೆ ಹಾಕಂತ ಸರಿಯಲ್ಲ ನಾನು ನಾನು ಮೈತ್ നോക്കിട്ട് വരുമ്പോ ನಾನು പിന്നൊരാളില്ല വരുമ്പോ നന്റെ എതിരിൽ ഒരു പാവ ബൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ നിന്നോണ്ട് എതിർ ബന്ധായി അയാൾ ഞങ്ങൾ പ്രവാചി പ്രേമികളല്ലേ വന്നോളൂ ചെണ്ടാൽ ഞങ്ങളെ കണ്ടിട്ട് അയാൾ പരച്ചോളൂ അയാളെ മുഖത്തെ ചിത്രം എന്റെ മുഖത്ത് മായികയില്ല അയാളെ കാലിന്റെ ദൂരം കൂടുന്നതാണ് അയാൾ വെറും പാവം അത് ഉടനെ കാണണ്ടേ വെറും സാധനം ബൈക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ആലോചന ആക്കി എടുക്കുക ഉണ്ടായാലും നല്ല കൂട്ടത്തിലുള്ള ഒരാൾ എടുത്തു കൊടുത്തു അയാൾ ഒരു പ്രവാചി പ്രേമി ഞാനൊരു പ്രവാചി പ്രേമി ഒട്ടി ഞങ്ങൾ കണ്ടിട്ട് അയാൾ പിടിച്ചു എന്നിട്ട് അയാൾ ചൊല്ലി ഞാൻ ഇഞ്ഞ പോണ്ടാവോ ഞാൻ ഇഞ്ഞ പോണ്ടോ ഞങ്ങൾ പറയും ഞാൻ പേടിച്ചു ഹക്ക് പ്രിയപ്പെട്ട സഹോദരന്മാർ ഇതാണ് ഞങ്ങൾ പഠിച്ചെനിക്കെത്ത ദീൻ ഇത് ഞാൻ അയക്കാ ചൊല്ല ഇന്നത്തെ ആൾമാരെ നോക്കിയിട്ട് ദീനെന്തും പഠിക്കണ്ട ദീൻ ചൊന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് അപ്പൊ ഞാൻ ചൊല്ലുന്നത് ഞാൻ നാളെ ಬಂದಿല്ലെങ്കിൽ ഇസ്ലാമിന്റെ പുറത്തു പോകാം ചില കൂട്ടർ പുറത്തു പോകും അത് വിഷയം എന്തുമല്ല ഞാൻ ഹക്ക് ചെന്നര നക്കിതരത്ര നൊമ്പൽ വേറെ ഒന്നും ആയിട്ടേ ഇല്ല കാരണം റോഡ് ബ്ലോക്ക് ആക്കുകയും ചൊല്ലത് ഒരു വ്യക്തിക്ക് നൊമ്പലാക്കിയാണ്ടായെങ്കിൽ അത് നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമില്ല എന്ന് ചൊല്ലത് 100-110 ഉറപ്പാണ് എവിടെ പോയിട്ട് നീ കേട്ടാറുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെയായിട്ടെല്ലാം കൊണ്ട് ആൾമാറിപ്പോയത് പക്ഷെ ഒരിക്കലുമല്ല ഇത് സത്യമാണ് ഈ സത്യമാണ് ഞാൻ ചൊന്നുകൊണ്ടുള്ള അതിന്റെ പേരിൽ തല തണ്ടെങ്കിൽ നമുക്ക് വിഷയമേ അല്ല കാരണം നമുക്ക് ഉറപ്പുണ്ട് റിസ്ക് തന്നെ പഠിച്ചോടാണ് ഒമാമിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹ ഇതിത്ര ഞാൻ ഇവിടെ ചൊന്നില്ലാണ്ടായെങ്കിൽ ഇത്ര വർഷം കൂടെ പ്രസംഗിച്ചെടുത്ത് ചൊന്നർക്ക് 5 വർഷത്തെ വിലയില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇത് ഓർമ്മപ്പെടുത്തിയുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സലാമത്താക്കി തരുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കാട്ടിയെടുത്ത കാരുണ്യം ഓരോടും കാട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ആൾമാരെ കണ്ടവാടെ പരിശുദ്ധമായ ഇസ്ലാം കടന്നു വന്ന എത്ര വലിയ മഹാന്മാരാണ് സ്വഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മദീനത്തിൽ ഞാൻ ഇന്നലെ ചെന്നല്ലേ മക്ക മദീനത്തിൽ മാത്രം പോയെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ധർമ്മം ഇന്ന് 200 കോടിയോളം ആൾമാരിക്കുക 50-ലേറെ മുസ്ലിം രാഷ്ട്രങ്ങൾ ഉള്ളോണ്ടായിട്ട് ലോകത്ത് ഇത്രയും മുസ്ലിംസ് എങ്ങനെയാണ് വന്നത് ഇതിക്ക് മുമ്പ് കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ മരിച്ചു പോയില്ലേ എങ്ങനെ ഭക്തി കേട്ടെങ്കിൽ അത് അഖ്ലാഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ആ നേതാവിനെ പറ്റി ഒരാൾ പഠിച്ചാണ്ടായപ്പോൾ അത്ഭുതപ്പെട്ടു പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഔത്തരിക്കുമ്പോൾ അപ്പുറത്തെ ഉത്തര പെഞ്ഞായി എന്താക്കിയിട്ടുണ്ട് അപ്പുറത്തെ പെഞ്ഞായി നബി തങ്ങളുടെ പെഞ്ഞായി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യോ ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു കൊണ്ടുവരുമ്പോ ഈ മത അസമന്ത് ചൊല്ലി നന്റെ ഔത്തരിക്കും എന്തിനാക്കൊള്ളുന്ന കൊത്തിയില്ലേ അത് സാധാരണ സ്വാഭാവികമാണ് ഇപ്പോഴും ഈ ഒരു തട്ട് കൊടുത്തു ആയിഷ ബീവിയാണിത് ആയിഷ ബീവിയുടെ സംഭവമാണ് പഠിക്കുമ്പോ ചിരിയും കൊണ്ട് കച്ചറും കൊണ്ട് അങ്ങനത്തെ പെണ്ണാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നിങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ ആയിഷ റളിയല്ലാഹുവിനെ കീലിട്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചൊല്ല് അത് കറക്കിത്തുണ്ട് അതിനെ ഇങ്ങനെ കറക്കിത്ത് എല്ലാം കറക്കിത്ത് പൂഞ്ഞിത്ത് എന്നിട്ട് ചൊന്ന പലക്ക കാലത്ത് ഉമ്മക്കും നിങ്ങൾ ഉമ്മ അസമത്ത് ചൊന്നിട്ട് എന്തോ ആക്കില്ല അതിനോട് സുധാരിച്ചിട്ട് മാത്രമല്ല ഞാൻ അതല്ല ചൊല്ലേ അപ്പുറത്തെ വിട്ട പെണ്ണിങ്ങളെ പ്ലേറ്റ് ഇപ്പൊ പൊങ്ങിത്തല്ലേ 50 കൊടുത്താവുക 50 മനസ്സിന് മുമ്പിലാവുക അതുകൊണ്ട് ഈ മടവത്തിലുള്ള പ്ലേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടുവന്നത് മെല്ലെ ഇയാളെ കയ്യിൽ കൊടുത്തിട്ട് ചെന്നു ഇതവിടെ തോട്ടമോ വിജയമേ ഉണ്ടല്ല തന്നെ പൊളിച്ചിട്ട് വിടുമോ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു ഇങ്ങനത്തെ ആയിരം സംഭവങ്ങൾ നമുക്ക് ചെല്ലു സാധ്യ ഇതെല്ലാം ഇമാമിയങ്ങൾ കിതാബിൽ പഠിപ്പാട്ടി വെച്ചിരാറ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലത്തെ
ലോകത്തൊരു നേതാവോടെ കാണുക സാധ്യത. അതുകൊണ്ട് മദീനത്തിൽ ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറഫാ പ്രവാസം, ആ അറഫാ പ്രവാസനത്തിൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ ചോദിച്ചു? ഫൽയുബല്ലിഗി ഷാഹിദുൽ ഗായിബ്, ഇവിടെ ഉള്ള ആൾമാർ ഇല്ലാത്ത വിഷയങ്ങൾ എത്തുവാങ്ങി കൊടുക്കട്ടു ചോദിച്ചു. അങ്ങനെ ചെന്നവാല ആര വാഹന ഒറ്റ കുതിര ഏത് ഭാഗത്തിന് തിരിഞ്ഞില്ല ആ ഭാഗത്തിന് സഹാബത്തങ്ങ് പോയാറ്. എന്തിനെടുത്തോണ്ട് പോയാറ്? ഞങ്ങളെ കയ്യിൽ ആയുധങ്ങളില്ല, ഞങ്ങളെ കയ്യിൽ ഞങ്ങളെ പോലെ കിതാബിടെ മൂട്ട എന്തുമില്ല, കെട്ടില്ല, കാലിയാണ് അങ്ങ് പോണ്ടേ. പോകുമ്പോ അങ്ങ ഇസ്ലാമും ഭൂമിയുടെ മേലിൽ നടതാടുക ഇസ്ലാമാണ്. അങ്ങനെ ഇസ്ലാം എടുത്തുകൊണ്ട് പോയാറ്. അങ്ങനെ ഇസ്ലാം എടുത്തുകൊണ്ട് ആഫ്രിക്കത്ത് പോയാറ്, ഈജിപ്തിൽ പോയാറ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അറ്റ്ലാന്റിക്കിടെ തീരമുട്ട് പോയാറ്, ഉത്തരാഫ്രിക്കത്തെ ലാസ്റ്റ് പോയാറ്. സ്വഹാബത്തിന്റെ കാലത്തായി നടന്നുകൊണ്ടുള്ള എത്ര 1000 കിലോമീറ്ററാണ് അവിടെ സഞ്ചരിക്കുള്ളൂ. അറ്റ്ലാന്റിക് സമുദ്രത്തെ നോക്കിയിട്ട് സ്വഹാബിമാർ ചെന്നാറ്. നീങ്ങിത്തില്ലാണ്ടായില്ലെങ്കിൽ നിന്റെയും കടന്നിട്ട് അപ്പുറത്തെ യൂറോപ്പിടെ സ്പെയിനിൽ നിങ്ങൾ പോകത്താണ്ട് സ്വഹാബത്ത് ചെന്നാറ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെ എല്ലാം പോയപാടെ ഇസ്ലാം ആൾമാർ ശരണായാറല്ലേ. എന്റെ ശരണായാരെന്ന് കേട്ടെങ്കിൽ ഈ വന്നത് മുസ്ഹഫാണ്, ഖുർആനാണ്, നടലാടുക ഖുർആനാണ് വന്നുകൊണ്ടുള്ളത്. നടക്കണെങ്കിത്ത മുസ്ലിമീങ്ങളാണ് വന്നുകൊണ്ടുള്ളത്. അല്ലാണ്ട് നാടക പണിയാക്കിയിട്ട് നിങ്ങൾ എല്ലാവരും സഹിച്ചോറും ചൊല്ലത് ഇസ്ലാമല്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ, ദീനിൽ ഒരിക്കലും നിർബന്ധമില്ല. ഫത്തബയ്യന റുശ്ദു മിനൽ ഗയ്, എന്താണ് നേർ എന്താണ് നേർ അല്ലാത്തതും ഗൊത്തുണ്ട്. അത് ഗൊത്തില്ലാണ്ട് ചിലപ്പോൾ ചാൽമാർ നടിക്കുക അങ്ങനെ ലാഭത്തിന് പേരായി. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഏറ്റവും മഹോന്നതമായ ധർമ്മമാണ്. ബനു ഇസ്രായേലിന്റെ കാലത്ത് ചെനിയാസ 2 മീൻ പിടിക്കണ്ടാൻ ചൊല്ലുന്നു. മീൻ പിടിക്കണ്ടാൻ ചെല്ലുമ്പോ അപ്പൊ കുറെ ആൾമാരിക്കണം അവിടെ മസാല ഉണ്ടാക്കും. അപ്പൊ ചെന്നാറ് മീൻ പിടിക്കണ്ടാൻ കടലിന്റെ നേരെ പോയിട്ട് പിടിക്കണ്ടാ ചൊന്നരെ നീ എന്താക്കോ ഇബ്ലീസാണ് വന്നിട്ട് ചൊല്ലേ നിങ്ങൾ ഒരു കണി ഉണ്ടാക്കോ. കണി ഉണ്ടാക്കി നോക്കുമ്പോ ചെനിയാസ 2 മീൻ ഇങ്ങനെ ഒഴുകൂസ് പോകും, പിറ്റാൻ പിടിക്കോളൂ. ചെനിയാസ പിടിച്ചിട്ടില്ലല്ലേ. അപ്പൊ ചെനിയാസ 2 ആക്കിയ സ്വതന്ത്രം ഇല്ലെങ്കിൽ കടലിന്റെ ഒരു കണി എടുത്തിട്ട് ഇവിടെ റെഡിയാക്കി വെക്കരുത് ഗുണ്ടിൽ. അപ്പൊ മീൻ ഇങ്ങനെ വന്നിട്ട് ഒഴുകുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്താ ഇങ്ങനെ ആക്കിയാറ്. അപ്പൊ ഇന്നും ന്യായം കണ്ടെത്തിയാൽ ഇന്ന് ന്യായം കണ്ടെത്തിയ ആൾമാരെല്ലാം ഇത് വിചാരിച്ചെങ്കിൽ ന്യായം ഒരിക്കലും കണ്ടെത്തൂതിരാണ്ട. എന്താണോ ഇസ്ലാം ഒരു മസാല ചെന്നത് ശരിയാ അതങ്ങനെ നേരിൽ പോയി മാത്രമാണ് ബച്ചാവോ. ഇങ്ങനെ കൂത്തിറ ഇങ്ങനെ ആക്കി പരിപാടിയാറ്. ഇങ്ങനെ ചെന്നത് ഞങ്ങൾ എന്തരാക്കട ചെന്നെങ്കിൽ പിന്നെ ഇങ്ങനെ ആക്കൂ. ഒരു കണി എടുത്തിട്ട് അത് മീൻ വണ്ടല്ലേ കറക്റ്റ് നല്ല മീൻ വന്ന് പിടിക്കാൻ പിടിക്കുക തുടങ്ങിയ ചെനിയാസം ഞങ്ങൾ മീൻ പിടിച്ചിട്ടില്ല എന്ന് തോന്നാറ്. കറക്റ്റ് ചെനിയാസം മീൻ പിടിച്ചിട്ടില്ല, പക്ഷെ മീനിന്റെ ശേഖരിച്ച് വെച്ചാറ്. അവിടെ 3 വിഭാഗത്തെ പരിശുദ്ധ ഖുർആൻ പരിപാടി. 3 വിഭാഗത്തെ പരിപാടി. ഒന്നും ഇത് തീരാണ്ട് ശക്തമായിട്ട് തന്നെ ചൊന്നാറ്. ഫഅൻജൈന അങ്ങളെ ഞങ്ങൾ ബച്ചാവാക്കിയാൻ ഖുർആൻ ചൊല്ലു. പിന്നൊരു വിഭാഗം അങ്ങളൊക്കെ കൂടി ഉണ്ടാറ്. ഞങ്ങളുള്ള നിങ്ങൾ വോട്ടിയെ ഞങ്ങൾ സപ്പോർട്ടും ചെന്നാറ്. അങ്ങളെ ഖുർആൻ ചൊല്ലു നശിപ്പിച്ചാൽ പിന്നൊരു വിഭാഗം എടുത്ത് ആ വിഭാഗത്തെ നോക്കിയ ഖുർആൻ ചൊല്ലു അങ്ങ് മുണ്ടിയേ ഇല്ല. അതാണ് ചൊല്ലു നിഷ്ഠാവുന്ന ഞങ്ങൾ മുണ്ടില്ല. എന്ത് വിഷയമേ വേണ്ട ഞങ്ങൾ മുണ്ടില്ല ആക്കിടങ്ങാക്കി കൊണ്ടു അങ്ങനെയില്ല. സംഭവം ഓൺ സംഭവിച്ചോണ്ടുള്ള അവരെന്തും മുണ്ടില്ല. എന്റെ ചൊല്ലി ഇതെല്ലാം പേടിച്ചിട്ടാണ് അവൻ മുണ്ടാത്ത. അങ്ങനത്തെ ഒരു 3ാമത്തെ വിഭാഗത്തെ വയ്ക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ട് ഞങ്ങൾക്ക് എന്ത് വേണ സ്വറാണ്ട്. അപ്പൊ ഞാൻ ചൊന്നത് ഒരാൾ തപ്പാക്കിയാണ്ടായെങ്കിൽ അവന്റെ ദൂരണ്ട ആ തപ്പും ഗൊന്തിന്നിട്ട് ഒരു സമൂഹം അതൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ടായെങ്കിൽ മുണ്ടില്ലാണ്ട് മൗന പാലിക്കുന്നുണ്ടായെങ്കിൽ അവന്റെ വയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എച്ചരിക്കാക്കിയിട്ട് ആ 3ാമത്തെ വിഭാഗം ഉണ്ടല്ലോ ഞങ്ങളെ വയ്ക്ക് ഖുർആൻ മുണ്ടിയതേ ഇല്ല. ഇമാമിയങ്ങൾ പരിപാടി അങ്ങനെയും ഞങ്ങൾ നശിപ്പിച്ചാൽ. അപ്പൊ ഞാൻ ചെന്ന് വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടാണ് ദീൻ പഠിക്കുന്ന എന്തൊരു കരുണയാണ്. ഒരു നാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു അൻഹു ചുംബിച്ചിട്ട്, അതും സഹീഹുൽ ബുഖാരിയിലുള്ളതാ. ഹസൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെ എടുത്ത് മുത്തിയ ഉടനെ അവിടെ അഖ്റ ഇബ്നു ഹാബിസ് തമീമി ചൊല്ല ഒരാളുണ്ട്. അഖ്റ ഇബ്നു ഹാബിസ് അയാൾ തെറ്റിട്ടുണ്ട്. അയാൾ ഇങ്ങനെ നോക്കി അത്ഭുതപ്പെടുന്നത് കിടാവിടെ എല്ലാം പിടിച്ച് മുത്തകൊണ്ടാ ചുംബിക്കൊണ്ടാ. കരുണേൻ ചൊല്ലത് ഗൊന്തില്ലാത്തൊരു സമൂഹത്തെ ഒന്നല്ലേ റഹ്മത്തുൽ ആലമീനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേണ്ടേ. അതുകൊണ്ട് ഇതെല്ലാം അത്ഭുതമാണ്. അങ്ങ് അർപ്പിപ്പിടിച്ചാതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്താണ് റബ്ബേ എന്തൊരു കരുണ. ചെറിയ കിടാവിടെ പിടിച്ച് ഇങ്ങനെ ചുംബിച്ചുകൊണ്ടുണ്ട്. ഇയാൾ കേൾക്കട ഇന്നലി അശറത്തും മിനൽ വലദ്, നക്ക് 10 മക്കളുള്ളാറ്. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ഖബ്ബൽതു മിൻഹുമാ, ഇന്ത് തോല ഒരുത്തരെ നാം മുത്തിട്ടേ ഇല്ല. മക്കളെല്ലാം മുത്തകൊണ്ടാട്ടായിരിക്കും. ആ സമയത്ത് ഫനദറ ഇലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തിൽ നോക്കി ചെന്നു. മല്ലാ യർഹം ലാ യുർഹം, ഒരാൾക്ക് കരുണ കാട്ടുക തോന്നുന്നില്ല എങ്കിൽ അവർക്കും കരുണ കിട്ടില്ല എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നക്കൊരു കരുണ കിട്ടണുണ്ടായെങ്കിൽ വേറെനിക്ക് കരുണ ആക്കണമെന്നുള്ള മനസ്സ് നക്ക് പറഞ്ഞു. നക്ക് പഠിച്ചോണ്ട് മുന്നിൽ മാഫ് കിട്ടണുണ്ടായെങ്കിൽ ബാക്കിയുള്ള ആൾമാർക്ക് മാഫ് കൊടുക്കണമെന്നുള്ള മനസ്സ് നക്ക് പറഞ്ഞു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടി. ഏതുവരെയും ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മോൾ ആയ സൈനബ് റളിയല്ലാഹു അൻഹയുടെ മോൾ ഉമാമ, ആ ഉമാമ റളിയല്ലാഹു അൻഹയുടെ ചുമന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നിസ്കരിക്കുമ്പോ ഉമാമ റളിയല്ലാഹു അൻഹയുടെ ഇതാര് റഹ്മത്തുൽ ആലമീനായ ലോക നേതാവ്
സ്വന്തം പുള്ളിനെ നിസ്കാരത്തിന് ഇങ്ങനെ ചുമന്നിട്ടുണ്ടോ. എന്നിട്ട് വൈദാ സജദ സുജുദാക്കുമ്പോ വദഅഹാൻ താക്കിരാവുമെല്ലാം കീഴ് വെച്ചിട്ട് അങ്ങനെ ആക്കണോണ്ടല്ല ചെന്നോണ്ട് കാരുണ്യത്തെ അങ്ങേയറ്റമാണോ. നിസ്കരിക്കുമ്പോ വരെ ഇങ്ങനെ പിടിച്ചിട്ട് നിസ്കരിച്ചിട്ട് അക്കിട ഓടി വന്നിട്ട് ഈ കത്ത് പിടിച്ചിട്ട് സുജുദാക്കുമ്പോ എല്ലാം കീഴ് വെക്കണോ. എന്നിട്ട് എരിക്കുമ്പോ ഹമലഹ വീണ്ടും ആക്കിട അവിടെ എടുത്തിട്ട് നിസ്കരിച്ചിട്ടാറ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടിയിൽ മൂത്രവീഴ്ച 5-6 മക്കളെ ഒക്കെ പരിചയപ്പെടും. മടിയിൽ മൂത്രവീഴ്ച വന്ന് എന്തും മുണ്ടില്ല. മടിയിൽ മൂത്രവീഴ്ച പാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരക്ഷരം മുണ്ടില്ല. സ്വന്തം മക്ക മൂത്രവീഴ്ച ഞങ്ങളെ ഹാലുണ്ടാവും. ഞങ്ങൾ ഓരോ താഴ്ചനാക്കി അവിടെയാണ് ഏതോ ആൾമാരെ മക്ക വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കയ്യിൽ കൊടുത്തപ്പോ മടിയിൽ അങ്ങ് മൂത്രവീഴ്ച ഏത് മടിയാടി ഏതാളാണ് എന്തും മുണ്ടില്ല. പറഞ്ഞെനിക്ക് അപ്പറ ചൂടാവും. മുണ്ടണ്ടാണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൂട്. ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉസാമ റളിയല്ലാഹു അൻഹു ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും പിർസത്ത ആളാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ ചെന്നെങ്കിൽ ഏതോ ആൾമാരെ മുട്ടത്തെ ഇങ്ങനെ മിസ്സായിട്ട് അയാൾ മക്കത്ത് വണ്ട് ആ കിടാവുടെ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ അടിമയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മങ്ങിലായപ്പോ ഖദീജ ബീവി ഈ ചൊന്ന സയ്യിദ് ഇബ്നു ഹാരിസയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കൊടുക്കുക. നിങ്ങൾക്കയച്ചു അണ്ട് മുതൽ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ അണ്ടിട്ടുണ്ട്. ഏതുവരെ ചെന്നാറ് കൊണ്ടുണ്ട ഇത് സയ്യിദ് ഇബ്നു മുഹമ്മദ് ചെന്നാറ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോനാണ് സയ്യിദ് ചെന്നാറ്. മോനെന്തല്ല ഇത് ദത്തുപുത്രാണ്. മോനും ചെന്നാർ അത്ര അണ്ടാണ്. ആ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു തേടിയോണ്ടിരുന്നാറ് മക്കത്ത് മെല്ലെ അപ്പ എളാപ്പ എല്ലാവരും തേടി ഞങ്ങളുടെ മോൻ മിസ്സായിട്ട് അങ്ങനെ വിസയ കിട്ടിയിട്ട് അയാൾ മക്കത്തുണ്ടോ വിസയ കിട്ടിയപ്പോ അങ്ങ് വന്ന് നോക്കുമ്പോ തേടി എവിടെ ഉള്ളൂ. അത് കഅബാലയത്തെ മുട്ടുകൊണ്ടു ചെന്നാർ. നോക്കുമ്പോ കഅബാലയത്തെ മുട്ടുകൊണ്ടു അവിടെ ആരുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാളുടെ വലിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട അയാളുണ്ട്. ആ സമയത്ത് അങ്ങ് ചെല്ലാറ് നീ ഞങ്ങൾ മുട്ട പറഞ്ഞു ചെന്നാറ്. അപ്പല്ലേ വന്ന് വിളിച്ചോണ്ടില്ലേ എളാപ്പല്ലേ വന്ന് വിളിച്ചോണ്ടില്ല പറഞ്ഞുണ്ടാ ചൊല്ലി എത്ര കാലത്ത് മിസ്സായിട്ട് പറഞ്ഞു ചെല്ലുമ്പോ ഈ കിടാവ് കൊണ്ടേയില്ല. ഈ കിടാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തുണിയിലേക്ക് ഇങ്ങനെ പിടിച്ചോളൂ കട്ടി ചെന്ന് എന്റെ പിടിച്ച കൊണ്ടാരും ചെല്ല പേടി. ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി വന്നിട്ട് ചെന്നാറ് ഒന്ന് കടത്തും ഞാൻ പിടിച്ചു വെച്ചിട്ടില്ലല്ലേ ബന്നെ പിടിച്ച പോവാൻ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയെ സല്ലല്ലാഹു അലൈഹി അതൊന്നും നിങ്ങളുടെ ടീച്ചറിന്റെ ഓതില്ല. നിങ്ങളെ വിട്ടുകൊണ്ടെങ്കിൽ എത്ത വിഷയമില്ല. എന്തായിട്ട് നിങ്ങളെ വിട്ടിട്ട് പോണ്ടെങ്കിൽ എത്ത വിഷയമേ ഇല്ല. അതല്ലാത്ത എന്തിനുവേനും ചെല്ലറു നാണ് നിങ്ങളൊട്ടിയുമേ ഇக்கிறேன். ഞാനിത് വായിക്കുമ്പോൾ വിചാരിക്കുക സ്വന്തം ബാപ്പ വിളിച്ചിട്ട് എളാപ്പ വിളിച്ചിട്ട് കൊണ്ടുവരാണ്ടായെങ്കിൽ ഒരു ബാപ്പല്ലും ഒരു എളാപ്പല്ലും കിട്ടാത്തെങ്കത്തെ പെരുസ കൂടെ കിട്ടിയിട്ടുണ്ടല്ലേ അതിനർത്ഥം. അവിടെയാണ് ഇത് വായിക്കുമ്പോഴാണ് മങ്കൂസ് മൗലിദിൽ ഞങ്ങൾ ചെല്ലല്ലേ അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. ഇത് മനസ്സിലാക്കിയിട്ട് ഇത് ഓതുമ്പോഴാണ് അർത്ഥമുള്ള നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബാപ്പമാ നിങ്ങൾ ഉമ്മമാ ഒരു ബാപ്പല്ലും ഒരു ഉമ്മല്ലും നിങ്ങളെ പോലത്തെ കരുണയും സ്നേഹവും ഞങ്ങൾ കണ്ടിട്ടേ ഇല്ലാണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീനുൽ മഖ്ദൂം റളിയല്ലാഹു അൻഹു 500 വർഷത്തിന് മുമ്പ് രചിച്ച മങ്കൂസ് മൗലിദിൽ ഞങ്ങൾക്ക് വെളിപാടി തന്നോണ്ടല്ലേ ഫൈദാ റഹിംത ഫഅൻത ഉമ്മുൻ ഔ അബൂ ഹദാനി ഫിദ് ദുനിയാ ഹുമർ റഹമാഉ. ഈജിപ്തിലെ ഏറ്റവും പ്രസിദ്ധനായ കവി ബഹുമാനപ്പെട്ട അഹ്മദ് ഷൗഖി അയാൾ വിശദീകരിക്കുന്നത് നിങ്ങൾ കരുണയാക്കിടാറുണ്ടായെങ്കിൽ നിങ്ങൾ ബാപ്പമാ നബിയെ സല്ലല്ലാഹു അലൈഹി നിങ്ങൾ ഉമ്മമാ കൺഫ്യൂസ്ഡ് ആണ് നക്ക് കൺഫ്യൂസ് ആണ് നക്ക് ഉണ്ടാവില്ല ഇത് ബാപ്പമാ ഉമ്മമാ ബാപ്പ ഉമ്മ അല്ല നബിയെ ഹദാനി ഫിദ് ദുനിയാ ഹുമർ റഹമാഉ. നന്റെ ബാപ്പ നന്റെ ഉമ്മ അങ്ങ് ദുനിയാവുൽ നക്ക് റഹ്മത്താക്കുവാർ അല്ലാണ്ട് കബറിൽ അങ്ക് നിന്റെ കൈ പിടിക്കൂ സത്യമേ അല്ല. ഒരു അബ്ബകും സാധ്യമല്ല ഒരു ഉമ്മകും സാധ്യമല്ല ഒരു മോണുകും സാധ്യമല്ല. ആ അബ്ബകുവേനായിട്ടാണ് ആ ഉമ്മകുവേനായിട്ട് ആ മോണുകുവേനായിട്ട് ആ പെഞ്ഞായിക്കുവേനായിട്ട് നട്ടോട്ടം ഓർഡറിക്കത്ത ഞാൻ ചെന്നില്ലേ ജുമാഅത്തിന് വരുമ്പോ വരെ ഞാൻ ചട്ടര കുപ്പിട്ടുകൊണ്ട് വേണ്ട അത്ര ബിസിയാണ് അത്ര ബിസി എന്തിനാണ് അങ്ങനെ ബിസി ഞാനടക്കം ആ ബിസി എന്തിനാക്കാൻ ചെന്നെങ്കിൽ നിന്റെ മക്കുവേനായിട്ട് നിന്റെ പെഞ്ഞായിക്കുവേനായിട്ട് എങ്കിൽ കബറില മരിക്കുമ്പോ മഹ്ശറത്തില എവിടെയും ഈ ചൊന്നെങ്കിൽ താൽമാർ ഉപകാരത്തിൽ ബണ്ടില്ല മാത്രമല്ല അങ്ങ് കുടുങ്ങിയെങ്കിൽ ബണ്ടാർ ഓടിയിട്ട് വന്നിട്ട് ചെല്ലാറ് നിങ്ങളൊട്ടി എന്തെങ്കിലും ഉണ്ടാ നക്കൊന്ന് തറു അല്ല നിങ്ങൾ തന്നെ ഞാൻ നരകത്ത് കൂടില്ലേ നീ ഇവിടെ പോയി തോന്നറിയില്ല നക്കൊന്ന് വെച്ചാവുന്നേ സ്വന്തം ഉമ്മ ചെല്ലു സ്വന്തം ബാപ്പ ചെല്ലു
وصاحبته وبنيه لكل امرئ منهم يومئذ شأن يغنيه. പരിശുദ്ധ ഖുർആനാണ് ചൊല്ലുന്നോണ്ടുള്ളേ. അപ്പടെ കാണുമ്പോ മോനോടാ, മോന്റെ കാണുമ്പോ അപ്പോടാ, ചനി പിടിച്ചവണ്ടെ എതിർ വന്നോണ്ടുള്ളല്ലേ എന്നും കേൾക്കുവാണ് ചൊല്ല വേണ്ടി ദുനിയാവിൽ ചെമ്മ കേട്ടാ അവനോടനായിട്ടാണ് ഇത്ര പോരാട്ടം ഞാൻ ആക്കിയത്. പക്ഷേ അവന്റെ ആഖിറത്തിൽ കാണുമ്പോ പരസ്പരം ഓടാറുണ്ട്. അല്ലാഹു അസ്സ വജൽ അല്ലാഹുവാണ് ചൊല്ലേ. എന്ത് ഒരാളെയും ചിന്തിക്കുക ദിവസത്തിൽ അവന്റേത് அவங்க யாராയിട്ട് അവന്റെ ബിസി அவங்க തീരില്ല. അങ്ങനത്തെ ലോകം പറഞ്ഞുകൊണ്ടുണ്ടാ ചൊല്ലുകൊണ്ടുള്ള അവിടെ എല്ലാം നിന്റെ ബച്ചാവാക്കണുണ്ടായെങ്കിൽ ഒരു 30 സ്വലാത്ത് ഒരു നാൾ ചിലപ്പോ നക്ക് ചൊല്ലുക ആവില്ലല്ലേ. നിന്റെ നാശാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഏറ്റവും ഡേഞ്ചർ പിടിച്ച ജാഗയിൽ നിന്റെ ബച്ചാവാക്കണുണ്ടായെങ്കിൽ നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു 313 സ്വലാത്തായി ഒരു നാൾ ചൊല്ലുന്നതിന് സാധ്യമാകുമോ? 40,000 സ്വലാത്ത് ദൈനംദിന ചൊല്ലുന്നെങ്കിൽ ഇമാമുടെ വകെ ഈ ഒരു വാരത്തിൽ കൊണ്ടുള്ള ഒരു കിതാബ് ഞാൻ ഓതിയെ. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു തബഖാത്തുൽ ജൽദ് അയാളുടെ ഉസ്താദായ അഹ്മദ് സവാബി റളിയല്ലാഹു അൻഹുയുടെ വകെ. അപ്പൊ ഞാൻ ചൊന്നത് ബച്ചാവാക്കരുത് അങ്ങ് മാത്രമാണ്. അതുകൊണ്ടാണ് അഹ്മദ് ഷഫീ കേൾക്കടെ ഹദാനി ഫി ദുനിയാ വൽ റഹ്മാഉ ദുനിയാവുൽ കരുണാക്കടൻ കേട്ടാൽമാർ ഈ ബാപ്പമാ ഉമ്മ. അതേ സമയത്ത് എല്ലാ സമയത്തും നിന്റെ കൈപിടിക്കടൻ കേട്ടാൽ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടെയാണ് ഞാൻ ചൊന്ന സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ഖുർആനിലെ പേര് ചൊന്നെങ്കിൽ ഏകൈക സ്വഹാബിയാണ് ഈ ചൊന്ന സയ്യിദ് ഇബ്നു ഹാരിസ. അയാളെ പറ്റി ചൊല്ല ഹിബ്ബു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫ്രണ്ട് ഉണ്ടാണ്. അത്ര പിരിസ ഏതോ ആയത്താൾ അയാൾ പറ്റി എന്താണ് പിരിസ. ആ ഹിബ്ബുടെ മോനാണ് ഉസാമ റളിയല്ലാഹു അൻഹു. ഈ ഉസാമ റളിയല്ലാഹുവിന്റെ ബൽത്തരാരൻ കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങമേ കർത്താളാണ്. ഉസാമ റളിയല്ലാഹു അൻഹു കർത്താളാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാരുടെ ചെല്ലമ സയ്യിദ ശബാബി അഹ്ലിൽ ജന്ന സ്വർഗ്ഗത്തെ ബാലക്കാര നേതാക്കന്മാരാണ്. എന്ത് ചന്താണ് അങ്ങനെ പാതിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെമേയിട്ടുണ്ട്. അത്ര ചന്താണ്. ലോകത്ത് അങ്ങനത്തെ ചന്തമുള്ള മക്കൾ വന്നിട്ടേക്കാല. പിന്നെ അങ്ങനത്തെ ചന്തമുള്ള മക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാക്കി പഠിക്കുമ്പോ ചെല്ല് ഹസൻ റളിയല്ലാഹുവിന്റെ ഒരു മടിയിലും ഈ കറുത്ത ഉസാമ റളിയല്ലാഹുവിന്റെ പിന്നൊരു മടിയിൽ വെച്ചിട്ട് ഈ കിടാവുടെ മനസ്സൊരു അല്പം പോലും നൊമ്പലാവാത്ത പോലെ പരിപാലിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 1500 വർഷം കഴിഞ്ഞിട്ടും ഈ നേതാവുടെ വെറുതെകല്ല ചൊന്നുകൊണ്ടുള്ള പണിയില്ലാത്തത് ചൊന്നുകൊണ്ടുള്ള ലോകത്തുള്ള കോടിക്കണക്കിൽ ആൾമാർ വാചാലന്മാരുടെ വെറുതെകല്ല ഈ നേതാവുകളെ മനസ്സിലങ്ങ് തെറ്റിപ്പോയിട്ട് ഇതെല്ലാം പഠിക്കണം കേട്ട ഒരാൾ എങ്ങനെയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചൊല്ലണ്ടിട്ട് ആ ഉസാമ റളിയല്ലാഹു അൻഹു ചൊല്ല് നബി അയാളെ ചൊല്ല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്നെ ഇങ്ങനെ എടുത്തോണ്ടിരിക്ക്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊടരമേലുള്ള നന്റെ പാട്ട് ഹസൻ റളിയല്ലാഹുവിന്റെ വേറെ ഒരു തൊടരമേലുള്ള പാട്ട്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ചൊല്ലു അല്ലാഹുമ്മ അർഹംഹുമാ ഫഇന്നി അർഹംഹുമാ. അല്ലാഹ് നീ നന്റെ ഈ രണ്ട് മക്കൾക്ക് നല്ല കരുണ കൊടുക്കണം. കാരണം എന്ത് കേട്ടെങ്കിൽ നക്കങ്ങൾക്ക് വലിയ വിസാണ് നാനും നമുക്ക് കരുണ കൊടുത്തുകൊണ്ടുള്ള എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ചൊല്ലെ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. 10 വർഷം ഖിദ്മത്ത് മഹാനാണ്. ആ മഹാന്റെ ಬಗ್ಗೆ അനസ് റളിയല്ലാഹു സർട്ടിഫിക്കറ്റ് എന്ത് കേൾക്കുന്ന ഖാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖൻ. ഈ നേതാവ് ചെന്നൽ പിന്നെ ഇനി ഏതൊത്ത സമയില്ല ചൊന്നെങ്കും ഉൾക്കൊള്ളുക അവലെ സ്വീകരിക്കുക അവലെ. കാരണം സർട്ടിഫിക്കറ്റ് വേണായ ആരവ മുട്ടത്തെ കൊണ്ടുള്ള സ്വന്തം പെഞ്ഞായിര മുട്ടത്തെ, സ്വന്തം ഔത്രാൾമാരെ മുട്ടത്തെ, സ്വന്തം ഹാദിമീങ്ങളെ മുട്ടത്തെ, സ്വന്തം പണിക്കാരെ മുട്ടത്തെ, സ്വന്തം ശിഷ്യന്മാരെ മുട്ടത്തെ, അങ്ങനെ മുട്ടത്തെയാണ് സർട്ടിഫിക്കറ്റ് അല്ല വേണായ. ആ സർട്ടിഫിക്കറ്റ് എന്തും ഇല്ല. സർട്ടിഫിക്കറ്റ് ആരത്? സർട്ടിഫിക്കറ്റ് ദുബായിലുള്ളവൻ്റെതുണ്ട്. അവൻ ചെല്ല ഭയങ്കര ആളിയാളുണ്ട്. അബുദാബിയിലുള്ളവൻ ചെന്നുകൊണ്ടുള്ള, സൗദിയിലുള്ളവൻ കോതി തീരില്ല. ഭയങ്കര ആള് തന്നെ ഒരു നാൾ പോലും അയാളെ കൂടിയിട്ടേ കൂടിയിട്ടുമ്പോഴും കൊത്തവിടെ നീ യാത്രയിലെല്ലാം നോക്കി പോകുമ്പോ നല്ല പിരിസത്തിൽ എന്തോ പിരിസപ്പാട് പോകുമ്പോഴല്ലോ നോക്കണം. അത്ര ബായ് കൊടുക്കും അത്ര പിരിസ ബാംഗ്ലൂരിലുള്ള അതേ മനസ്സ യാത്ര ഫ്ലൈറ്റ് പറ്റിയ ഉടനെ തർക്കിച്ചെന്ന് ഞാൻ നോക്കിയില്ലേ. മക്കത്ത് പോയിട്ട് തർക്കിച്ചെന്ന് നോക്കിയില്ല. മിനത്തിൽ പോയിട്ട് കലാട്ടാക്കിയെന്ന് നോക്കില്ല. അങ്ങനെ കലാട്ടാക്കിയുള്ളേ. ഇതാണ് ഞാൻ ചൊല്ലേ. ഇവിടെ ആ സർട്ടിഫിക്കറ്റ് ഇത് എത്ര ഒരു 10 നാളത്തെ വിസയ ഇവിടെ 10 വർഷം ഹിദ്മത്താക്കിയപ്പ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കാനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി ഖുലുഖൻ. ലോകത്ത് പഠിച്ചോം പഠിച്ചെങ്കത്തെ പടപ്പ് എത്ര കോടിയുള്ളാറ ആ എല്ലാ ആൾമാരും ഏറ്റവും നല്ല സ്വഭാവത്താളാണ് കേട്ടെങ്കിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാദിമാണ്, സേവകനാണ് ചെന്നോളൂ. എന്നിട്ട് അയാൾ ചൊന്തു നക്കൊരു സഹോദരൻ ഇന്ന് ആ സഹോദരന്റെ പേര് അബു ഉമൈറുണ്ടാണ്. മുലകുടി മുട്ടത്ര ചെറിയ കിടാവ് 2 വർഷത്തെ ആ കിടാവ് പിന്നെ കലിക്കിടങ്കത്തൊരു ഗൊമ്പലിಂದ ആ കിടാവ് റൊട്ടി കലിക്കിട ഒരു സാധന ഇತ್ತು.
അങ്ങനെ ಔತುಗು ಬಂದಂಗೆ ಈ ಔತುಲು ಬಂದಂತ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಥವಾ ഖാദിമിന്റെ ഔത്തുകു കൊണ്ട് അറബ് ലോകത്തെ വിസിറ്റ് ആക്കിയെങ്കത്തെ കുറെ വലിയ യാത്രിക അയാളെ കുറെ അനുഭവങ്ങൾ ഞാൻ കേട്ടെ. അയാൾ ചൊല്ലേ ഈ അടുത്ത് ഒമാന്റെ യാത്ര അനുഭവം കുറെ അനുഭവങ്ങളിൽ അയാൾ ചൊല്ലേ അറബി ഞാൻ ചൊല്ലെ എല്ലാവരും ഒട്ടിಗೆ തെച്ചിട്ടുണ്ടേ വലിയ അത്ഭുതമായിട്ട് ചൊല്ലേ അറബി ഈ സംസ്കാരം പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പണ്ട്. എന്നിട്ട് അറബികൾ ചെമ്മ ചൊന്തയാൽ അറബികൾ ഈ നല്ല ഇസ്ലാമിന്റെ സംസ്കാരമാണ്. എന്നിട്ട് അയാൾ ചൊന്ന പലക്ക അവർ തോട്ടത്ത് പോയപ്പോ അവിടെ ധനിയാണ് ഞങ്ങളെ വിളിച്ചു പോയത്. തോട്ടത്തെ പണിക്കാറുണ്ട്. ആ പണിക്കാർ ഒന്ന് ഒട്ടിಗೆ തെച്ചി ഉണ്ണോടെ ആരൊട്ടിയെ ഒട്ടിಗೆ തെച്ചി ഉണ്ണോടെ ചൊന്നിട്ട് ഇസ്ലാമിന്റെ സൗന്ദര്യം അയാൾ അനാവരണാക്കണ അയാൾക്ക് അത്ഭുതമുണ്ട്. ഇതിൽ അത്ഭുതം എന്തും ഇല്ലാവോ? കാരണം ഇത് 1400 വർഷത്തിന് മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിപാടിക്ക് സ്വന്തം ഖാദിമിയുടെ ഔത്തുൽ പോയിട്ട് പാർലമെന്റ് സഭയാക്കിയ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാട്ടു സാധ്യമാ ഈ നന്മകളെല്ലാം മടങ്ങിടും മദീനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോർട്ട് ഓർഡർ എന്താ ഇന്നലെ ഞാൻ വൈറ്റ് കേന്ദ്രത്തെ ഓർഡർ എന്തിനെ മൃഗത്തെ കൊല്ലുമ്പോൾ 1 മിനിറ്റിനുള്ളിൽ അതിന്റെ പ്രാണം പോയിട്ട് അവൻ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ടാണ് ഭയങ്കര കാര്യമായിട്ട്. ഞങ്ങൾക്ക് ചോദ്യം അത് 6ാം നൂറ്റാണ്ടിന് ചൊല്ലത്. അത് 6ನೇ ശതമാനത്തെ വിജയാണ്. 6ನೇ ശതമാനത്തെ വിജയത്തെ ഓൺ ഇന്നലെ ചൊന്നുകൊണ്ടുള്ളു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷത്തിന് മുന്നിൽ ഇത് മാത്രമല്ല ചൊന്നേ അർക്കടങ്കത്തെ കത്തിനല്ല മൂർച്ച ഉള്ളതാവണം ചൊന്നു. ഒരു മൃഗത്തെ മുന്നിൽ പിന്നൊരു മൃഗത്തെ അർക്കണ്ടാൻ ചൊന്നു. നൻ അർക്കടല്ല കേൾക്കണ്ട അത് നന്നല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർക്കണ്ടാൻ ചൊന്നു. ഒരു മൃഗത്തെ മുന്നിൽ പിന്നൊരു അർക്കണ്ടാൻ പരിപാടിയിട്ട് ഇനി ആഡ് പാൽ നിങ്ങൾ കറക്കിടാറുണ്ടായി നിങ്ങളെ കൈ ചന്ത കൽക്കിട്ട് പോകുന്ന പരിപാടിയിട്ട് കയ്യിൽ ഉഹരിക്രോതിരാണ്ട് പരിപാടിയിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഒരു മൃഗത്തെ നിങ്ങൾ അറുക്കിടാറുണ്ടായെങ്കിൽ തങ്ങിയെല്ലാം കൊടുത്തിട്ടു അതിന് നിങ്ങൾ ശ്വാസം മുട്ടുവാട്ടണ്ട അത് പെടക്കുള്ള അവസരം കൊടുക്കുന്ന പരിപാടിയിട്ട് ഇതാണ് ഇസ്ലാം. ഓൺ ഇന്നലെ ചൊന്നുകൊണ്ടുള്ളേ വലിയ കോർട്ട് ഓർഡർ ആയിട്ട് പേപ്പറിലെല്ലാം വന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ചെന്നല്ലോ ലോകത്തെ എന്തെല്ലാം നന്മകൾ വന്നറ ഇല്ലാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സബബുഹാ അതിന്റെ കാരണക്കാർ അത് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് ചെന്നത് ബഹുമാനപ്പെട്ട ഇമാമുന ശാഫഈ റളിയല്ലാഹു അൻഹു ആണ്. ഇങ്ങനെ ചൊന്നെങ്കിൽ തീരാത്ത വിഷയങ്ങളാണ് അത്രയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ 23 വർഷം കൊണ്ട് ലോകത്തെ കീഴ്പ്പെടുത്തിയിട്ട് അത്ഭുതപ്പെടുത്തിയിട്ട് ഇനിയും 10,000 വർഷം അന്ത്യനാൾ ഉണ്ടെങ്കിൽ ആ അന്ത്യനാൾ നടക്കുന്ന ആ സെക്കൻഡ് വരെ ലോകത്ത് ഒരു വ്യക്തിയെ ചെല്ലാറുണ്ടായെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അല്ലാഹു ആ നേതാവുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ ഞങ്ങളെ നീ സ്വീകരിക്കണം റഹ്മാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്ക് കൊണ്ട് റബ്ബേ ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണം റഹ്മാനെ, ശുദ്ധീകരിക്കണം റഹ്മാനെ. ഈമാനുള്ള തഖ്വയുള്ള സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാൻ. സിഹർ കണ്ണേർ ശൈത്താനിന്റെ ശർറിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആകാശഭൂമികളിൽ നിന്ന് നിന്റെ ബർക്കാത്തുകൾ ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. മരണം വരെ ഇസ്സത്തോടെ ഈമാനോടെ തഖ്വയോടെ ഞങ്ങളെ നീ ജീവിപ്പിക്കണം റഹ്മാൻ. ഒരാളെ മുമ്പിലും ഞങ്ങളെ നീ വഷളാക്കരുത് റഹ്മാനെ. ഫളീഹത്തുകളിൽ നിന്ന് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കളെ നീ നന്നാക്കണം റഹ്മാൻ. അനുസരണയുള്ള മക്കളാക്കണം റഹ്മാൻ. ഇസ്സത്തുള്ള മക്കളാക്കണം റഹ്മാൻ. ഖുർറത്തു ഐനായ മക്കളാക്കി തരണം റഹ്മാൻ. ഈ സദസ്സിൽ വന്ന ഒരാളെയും നീ ഖൈബാക്കരുത് റഹ്മാൻ. നിന്റെ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് ഞങ്ങളെ ഖൽബിൽ നൽകണം റഹ്മാൻ. അവിടുത്തെ ഖൽബിൽ ഞങ്ങൾക്ക് ഒരിടം നൽകണം റഹ്മാൻ. അവിടുത്തെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണം റഹ്മാൻ. പരിശുദ്ധ മക്ക മദീനയിലേക്ക് ജീവിതത്തിൽ പലവട്ടം പോകാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരെ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം നൽകണം റഹ്മാൻ. ഞങ്ങൾ ഒരു സ്ഥലത്തും നീ ഖൈബാക്കരുത് റഹ്മാൻ. ഞങ്ങൾ എവിടെയായാലും നിന്റെ പ്രത്യേകമായ സഹായം നൽകണം റഹ്മാൻ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഭാര്യ സന്താനങ്ങളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാൻ. ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ ആവശ്യങ്ങളെ നീ വെട്ടിത്തരണം റഹ്മാൻ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണം റഹ്മാൻ. ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങൾക്ക് കണ്ണുകൊണ്ടും ഖൽബുകൊണ്ടും കാണാനുള്ള തൗഫീഖ് നൽകണം റഹ്മാൻ. അവസാനം മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ മരിക്കാൻ ഈ സദസ്സ് നീ കാരണമാക്കണം റഹ്മാൻ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുണ്യമുഖം കണ്ടുകൊണ്ടുള്ള നല്ല മരണം, ഖൽബ് ഈമാൻ കൊണ്ട് ലംഘിയുള്ള മരണം നൽകണം റഹ്മാൻ. ഹൗദുൽ കൗസർ നൽകണം റഹ്മാൻ. നാളെ അവസാനം സ്വർഗത്തിൽ നസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, സ്വർഗത്തിൽ മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ഞങ്ങൾക്ക് ഇടം നൽകണം റഹ്മാൻ. ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ മുഴുവൻ ദോഷങ്ങളെ നീ പുറത്തു തരണം റഹ്മാൻ. ഞങ്ങളെ നീ ഖബൂലാക്കണം റഹ്മാൻ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين وصلى الله وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على سيدنا محمد صلى الله عليه وسلم